വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ രാജ്യത്തിന് തന്നെ മാനുഷിക മുഖമുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ എക്സൈസ് വകുപ്പിന്റേതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.വി. രാജേഷ് പറഞ്ഞു. ലഹരിയുടെ ഇരകളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എക്സൈസ് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് രാജ്യത്തിന് തന്നെ മാതൃകയായ എക്സൈസിന്റെ ഈ മാനുഷിക മുഖമെന്നും മന്ത്രി പറഞ്ഞു. ചിറ്റൂർ എക്സൈസ് കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സിന്തറ്റിക് ലഹരി ഉൾപ്പെടെ കേരളത്തിലേക്ക് വരുന്നത് അതിർത്തികൾ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് അതിർത്തിയിലെ എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് തീരുമാനം. അതിർത്തി മേഖലയായ ചിറ്റൂരിൽ എക്സൈസ് പ്രവർത്തനം ശക്തമാക്കും. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് മികച്ച പ്രവർത്തനമാണ് കേരളത്തിലെ എക്സൈസ് ജീവനക്കാർ നടത്തുന്നത്. അവർ രജിസ്റ്റർ ചെയ്യുന്ന വർദ്ധിച്ചുവരുന്ന ലഹരി കേസുകളുടെ എണ്ണം ഇതാണ് തെളിയിക്കുന്നത്. എക്സൈസ് വകുപ്പിനെ ആധുനീകരിക്കുക എന്നത് സർക്കാരിന്റെ നയമാണ്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പോലും 66 വാഹനങ്ങൾ എക്സൈസിന് ലഭ്യമാക്കി. ആധുനിക കാലത്തെ ലഹരിക്കടത്ത് പിടികൂടുന്നതിനു വേണ്ടിയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കി. പോലീസും ജനങ്ങളും എക്സൈസിനെ കാര്യമായി സഹായിക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന എക്സൈസ് ഇതിലൂടെ നിരവധി ലഹരി കേസുകളാണ് പിടികൂടുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം എക്സൈസിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അതിൽ ജനങ്ങളും പങ്കാളികളാവണം. ജനങ്ങളുടെ പിന്തുണയോടെ മാത്രമേ ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കുകയുള്ളൂ എന്നും പറഞ്ഞ മന്ത്രി 1 വർഷത്തിനകം എക്സൈസ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കുമെന്നും പറഞ്ഞു. ലഹരിക്കിരയായിത്തീരുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ നമ്മൾ കേരളത്തിലാകെ എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മാനുഷികമായിട്ടുള്ള മുഖം കൂടി കേരള എക്സൈസിന് ഉണ്ട്. അത് ഇന്ത്യയിൽ മറ്റൊരു എക്സൈസ് സേനയ്ക്കും അവകാശപ്പെടാൻ കഴിയുന്നതിനപ്പുറമുള്ള വലിയ പ്രവർത്തനമാണ് ഈ ഡി അഡിക്ഷന്റെ കാര്യത്തിൽ കേരളത്തിൽ എക്സൈസ് നടത്തുന്നത്. അത് ദേശീയ തലത്തിൽ തന്നെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുള്ള ഒന്നാണ്. ചിറ്റൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ചിറ്റൂർ എം.എൽ.എയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ കെ. കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തെ ചെറുക്കുന്നതിന് കാര്യമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കെ. ബാബു എം.എൽ.എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ബിനുമോൾ, എക്സൈസ് കമ്മീഷണർ ആൻഡ് എ.ഡി.ജി.പി മഹിപാൽ യാദവ് IPS, ജോയിന്റ് എക്സൈസ് കമ്മീഷണർ N. അശോക് കുമാർ, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരായ R. മോഹൻകുമാർ, കെ. സന്തോഷ് കുമാർ എന്നിവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.